ഇതുപോലുള്ള ഒരു പാറ്റേൺ അടിപൊളിയായിട്ട് വരക്കാൻ പഠിപ്പിച്ചിരട്ടെ. ഇതിന് വേണ്ടിട്ട് ഫസ്റ്റ് നമ്മൾ വേണ്ട ഗ്യാപ്പ് ഇട്ട് 2 ലൈൻസ് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം. ഒന്നുമേലെ ഒന്ന് താഴെ. ഈ ഗ്യാപ്പിന്റെ ഏകദേശം മിഡിലായിട്ടാട്ടോ ഞാൻ വരച്ചു കൊടുക്കണേ. അപ്പൊ ഇതിന്റെ മിഡിലേക്കായിട്ട് ഇതുപോലെ കേർവ്ഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഒരു ലൈനിൽ തന്നെ ഒരു 2-3 കേർവ് ഒക്കെ മതിയോ? ഇപ്പൊ നമ്മൾ ഒരു കേർവ്ഡ് ലൈൻ വരച്ചു എന്ന് വിചാരിക്കും. ഇനി അടുത്തത് വരയ്ക്കുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം വരക്കുക. അതായത് വരക്കുന്ന കേർവ് ലൈന് കണക്ട് ചെയ്തിരിക്കണം. പറയുമ്പോ മനസ്സിലായില്ലെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലെ. ഫസ്റ്റ് ഞാൻ ഇതിന്റെ ബോർഡർ ആണ് വരച്ചു കൊടുത്തത്. ഞാൻ എപ്പോഴും ബോർഡർ വരയ്ക്കുമ്പോൾ സർഫസിന് ടച്ച് ആക്കിയിട്ടായിരിക്കും വരച്ചു കൊടുക്കുക. ബോർഡർ വരച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങ് മാച്ചിട്ട് വരച്ചാൽ മതി. എന്നിട്ട് അതിന്റെ മേലെ കൂടെ ഒന്നുകൂടെ അങ്ങ് വരച്ചു കൊടുക്കും. ഈ രണ്ടാമത്തെ റൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ സർഫസിൽ ടച്ച് ചെയ്യാണ്ട് വേണം കേർവ്ഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. മനസ്സിലായോ? ഇത്രയും വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. ഇനിയാണ് ഈ പാറ്റേണിന്റെ മെയിൻ പരിപാടി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വരച്ചേക്കുന്ന ഈ കേർവ്ഡ് ലൈൻസ് ഇല്ലേ, അതിന്റെ 2 സൈഡിലോട്ട് ഞാൻ നേരത്തെ പഠിപ്പിച്ച വൈൻസ് അങ്ങ് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വൈൻസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് നമ്മുടെ വേറെ വഴിയുണ്ട്. ഈ വൈൻസിന് പകരം കുറച്ച് ഡോട്ട്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഡോട്ട്സ് വരയ്ക്കുമ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടല്ലേ വരയ്ക്കാറ്. ഇതിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഡോട്ട്സ് അടുപ്പിച്ചങ്ങ് വരച്ചു കൊടുത്തു. ഈ ഡോട്ട്സ് അടുപ്പിച്ച് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ പരന്നു പോകാണ്ടിരിക്കാനും നോക്കണം. പരന്ന് കഴിഞ്ഞാൽ പിന്നെ കുളവായി ചളവായി ബാക്കി ഞാൻ പറയണ്ടല്ലോ. അപ്പൊ പരക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഈ കേർവ്ഡ് ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വൈൻസ് അങ്ങ് വരച്ച് ഫില്ലാക്കുക. ഇനി വൈൻസ് അല്ലാന്ന് വെച്ചാൽ ഡോട്ട്സ് വരച്ചങ്ങ് ഫില്ലാക്കുക. ഇത്രയും വരച്ച് കഴിയുമ്പോൾ ഈ കേർവ്ഡ് ലൈൻസിന്റെ ഇടയ്ക്കോടെ ഇതുപോലെ ഒരു ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലാക്കാൻ വേണ്ടി ചെറിയൊരു സ്പൈറൽ വരച്ചു കൊടുക്കുക. അതിന്റെ 4 കോർണേഴ്സിലേക്കും ഓരോ വൈൻസ് അങ്ങ് വരച്ചു കൊടുക്കുക. വൈൻസ് വരച്ച് കഴിയുമ്പോൾ വൈനുകളുടെ ഇടയ്ക്ക് കൂടെ ചെറിയൊരു സ്പേസ് ആണ്. ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലാക്കാൻ വേണ്ടി കുറച്ച് ഡോട്ട്സോടെ ഇട്ട് കൊടുക്കുക. ഇനി വൈൻസ് വരക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ വേറൊരു ടൈപ്പും പറഞ്ഞത്. ആ സ്പൈറലിന്റെ മേലേക്ക് ഡോട്ട്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ ഗ്യാപ്പിൽ കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എലമെന്റ് അങ്ങ് വരച്ചു കൊടുത്തതിന് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? എന്തായാലും എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.